മാറുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ റെഡ് ആയിട്ടുണ്ട്. പിന്നെ അടുത്ത് വേണമെങ്കിൽ ഗ്രീൻ ആക്കണമെങ്കിൽ ഗ്രീൻ ആക്കാം, ബ്ലൂ ആക്കണമെങ്കിൽ ബ്ലൂ ആക്കാം, വൈറ്റ് ആക്കാം, പിന്നെ പർപ്പിൾ ആക്കാം, യെല്ലോ ആക്കാം. ഹലോ മച്ചാന്മാരെ, ഏവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫ്ലോർ ലൈറ്റിൻ്റെ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ഒരു മാരുതി 800 ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലോർ ലൈറ്റ്, ഒരു സിംഗിൾ ലൈറ്റ്, അതായത് ഗ്രീൻ കളറിലൊരു ഫ്ലോർ ലൈറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈറ്റിൽ നമ്മൾ ഏകദേശം ഒരു 100-150 രൂപയ്ക്കകത്ത് മാത്രമാണ് ആ ഒരു ലൈറ്റിന് വയറിങ്ങിനും കാര്യങ്ങളൊക്കെ എല്ലാം ചിലവായിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു ലൈറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അത് മാരുതി 800 അല്ല, നമ്മൾ ഈ ഒരു സെന്നിലാണ് ഈ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലൈറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ അറ്റ്മോസ്ഫിയർ ലാമ്പ് എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. നമ്മുടെ ഒരു ആമസോണിലായിരുന്നു ഫ്ലിപ്കാർട്ടിലായിരുന്നു ഈ ഒരു ലൈറ്റ് ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഒരു 450, 495, 500 രൂപയ്ക്കകത്ത് മാത്രമാണ് ഈ ഒരു ലൈറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ആ ഒരു ലൈറ്റിലാണെങ്കിൽ നമുക്ക് കുറച്ച് പാടായിരുന്നു ഈ ഒരു കണക്ഷൻ കൊടുക്കാനും കാര്യങ്ങൾ കുറച്ച് പാടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലൈറ്റാണെങ്കിൽ നമുക്ക് ഒന്നും അറിയേണ്ട, നമുക്ക് ഈ ഒരു ജസ്റ്റ് മൊബൈൽ ചാർജറിൻ്റെ പോർട്ടിൽ കണക്ട് ചെയ്യുക. നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു റിമോട്ടിൽ ഉപയോഗിച്ച് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ലൈറ്റ് വേണമെങ്കിൽ ഇതിൽ തന്നെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു ഓപ്ഷനും ഇല്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കാറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നാണ് ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് നമുക്ക് കാറിൽ ഫിറ്റ് ചെയ്യണം. അതിനു മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ ഒരു ബോക്സിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ലൈറ്റ്, ഈ ഒരു ബോക്സിൽ വരുന്നതെന്ന് പറയുന്ന ഒരു ചാർജിങ് പോർട്ടിൽ കൊടുക്കാനുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ലൈറ്റ് കത്തുകയുള്ളൂ. അതുപോലെ നമുക്ക് ഈ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു കളർ ഏതൊക്കെ വേണോ ആ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. നമുക്ക് അന്ന് മാരുതി 800 150 രൂപ എടുത്ത് അല്ലെങ്കിൽ 100 രൂപ എടുത്ത് ആ ഒരു സംഭവം ചെയ്തപ്പോൾ ഒറ്റ സിംഗിൾ ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ ഈ ഒരു ലൈറ്റിൽ നമുക്ക് ഒരു 4-5 കളർ നമുക്ക് കിട്ടുന്നതാണ്. 4-5 അല്ല, അതിൽ കൂടുതൽ കളറുണ്ട്. അതായത് റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഓറഞ്ച്, യെല്ലോ, സയാൻ, പർപ്പിൾ, അങ്ങനെ എല്ലാ കളറും ഈ ഒരു ലൈറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. നമുക്ക് മറ്റേ ഒറ്റ ലൈറ്റ് ആയിരുന്നെങ്കിൽ ഇതിൽ ഒരു 7-8 കളറും ഉണ്ട്. അപ്പോൾ വലിയൊരു കാര്യമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. 450, 495 ആ റേഞ്ചിൽ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈസിയാണ്, നമ്മൾ കാറ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഈസിയാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരു ലൈറ്റിൽ 4 സംഭവം വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൽ 2 കൊടുക്കാം, അതുപോലെ തന്നെ ബാക്കിലും സീറ്റിൻ്റെ അടിയിലായിട്ട് 2 കൊടുക്കാം. അതിന് വേണ്ടിയുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ റിമോട്ടും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത്രയാണ് നമ്മുടെ ഒരു ബോക്സിൽ വരുന്ന സംഭവം. സോ നമുക്ക് ഈ ഒരു റിമോട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. ഏവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്ക് നമ്മുടെ നേരത്തെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അടുത്തായിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു ബോക്സിൽ ഈ ഒരു കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ലൈറ്റ് കത്തുന്നുണ്ടോ, എങ്ങനെയാണ്, അത്യാവശ്യം നല്ല അടിപൊളിയാണോ ലൈറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ റിമോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു ലൈറ്റ് നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ ഒരു വയർ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഈ ഒരു കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ കൊടുക്കാൻ ഈസിയാണ്, വലിയ പാടൊന്നുമില്ല. കാരണം നമ്മുടെ ഈ ഒരു കണക്ഷൻ എടുത്ത് നേരെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചാർജിങ് പോർട്ടിൽ ഇതുപോലെ കൊടുക്കണം. ചാർജിങ് പോർട്ടിൽ കൊടുത്തിട്ട് ഈ ഒരു ബോക്സ് വരുന്നില്ല, ഈ ഒരു ബോക്സിന് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും കണക്ഷൻ ഓക്കെ ആയി. അപ്പോൾ ഇതിൽ വരുന്നത് 12 വോൾട്ടാണ്. നമുക്കറിയാം DC 12 വോൾട്ടാണ് എല്ലാത്തിനും വരുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് നമുക്ക് ഇവിടെ അങ്ങ് വയ്ക്കുക. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ലൈറ്റ് നമുക്ക് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം, കളർ നോക്കാം ഇതിൻ്റെ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇഗ്നിഷൻ ഒന്ന് ഓൺ ആക്കണം കാര്യം, എന്നാൽ മാത്രമേ സപ്ലൈ വരത്തുള്ളൂ. അപ്പോൾ ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് ഇതൊന്ന് ഓൺ ആക്കുമ്പോൾ കാണാൻ സാധിക്കും ഒരു ബ്ലൂ കളർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റിമോട്ടിൽ ഒരു സംഭവം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പതുക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. കാരണം ഇതിൽ എന്നാൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ റിമോട്ട്. നമുക്ക് അടുത്ത് കളർ ചേഞ്ച് ചെയ്യാം, റെഡിലോട്ട് മാറ്റാം. ഇപ്പോൾ റെഡിലോട്ട് മാറ്റണമെങ്കിൽ ഇവിടെ ഒരു ആൻറ്റിന ഉണ്ട്. ഈ സംഭവം കറക്റ്റായിട്ടിരുന്നാൽ കളർ മാറുള്ളൂ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ റെഡ് ആയിട്ടുണ്ട്. പിന്നെ അടുത്ത് വേണമെങ്കിൽ ഗ്രീൻ ആക്കണമെങ്കിൽ ഗ്രീൻ ആക്കാം, ബ്ലൂ ആക്കണമെങ്കിൽ ബ്ലൂ ആക്കാം, വൈറ്റ് ആക്കാം, പിന്നെ പർപ്പിൾ ആക്കാം, യെല്ലോ ആക്കാം, ഓറഞ്ച് ആക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ട്യൂണിങ് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഓരോ ഇത് മാറ്റാൻ സാധിക്കും അതിൻ്റെ. പിന്നെ ഓഫ് ചെയ്യാൻ സാധിക്കും, റിമോട്ടിൽ തന്നെ ഓഫ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓൺ ചെയ്യാം. പിന്നെ അടുത്ത്
ഈ ഒരു ലൈറ്റിങ്ങിന് അനുസരിച്ച് ഓരോ മാറി കത്തി നിൽക്കുക. ഓരോ ട്യൂണുണ്ട്, അത് 4 ട്യൂണ് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ലൈറ്റിങ്ങിനെ മാറി കത്തും. രണ്ടാമത്തെ ട്യൂണാണിത്. അപ്പോൾ അതിനനുസരിച്ച് ലൈറ്റിങ്ങിനെ മാറി ഓരോരോ ട്യൂണായിട്ട് മാറി കത്തും. ഇതും അതുപോലെ തന്നെയാണ്. ഒരു 3ാമത്തെ ട്യൂണാണിത്. ഇപ്പോൾ അടുത്ത ലൈറ്റിങ്ങിന് മാറി ഓരോ ഇതായിട്ട് കത്തിയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇത് 4ാമത്തേതാണ്. ഇപ്പോൾ 4ാമത്തെ കണ്ടു കാണാം. ഇപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്ത് ജമ്പ് 3 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ നോക്കാം. ഇതാണ് ജമ്പ് 3, പിന്നെ ജമ്പ് 7, പിന്നെ ഫെയ്ഡ് 3 കൊടുത്തിട്ടുണ്ട്. അത് പതുക്കെ ഒന്ന് അണഞ്ഞിട്ട് കളർ ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. അടുത്ത് ഫെയ്ഡ് 7 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കാം. സോ ഇത് അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. സത്യം പറയാലോ, ഒരു 475-490 രൂപയ്ക്ക് അടിപൊളി പ്രോഡക്റ്റാണ്. നമുക്ക് ആ ഒരു പ്രൈസ് ഡിഫറൻസ് ആണ്, കുറച്ച് പ്രൈസ് കൂടുതലാണ് എങ്കിൽ പോലും നമുക്ക് ഇതുപോലെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് നമ്മുടെ കാറിൽ ആ ഒരു സമയത്ത് ഏത് ലൈറ്റ് വേണോ, ഏത് ആ ഒരു കറക്റ്റ് നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു കറക്റ്റ് ലൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതുപോലെ നമുക്ക് ഓരോരോ ട്യൂണിനനുസരിച്ച് ലൈറ്റ് മാറ്റാനും സാധിക്കും. നമുക്കത് വലിയൊരു കാര്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് കാറിൽ ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് നോക്കാം. സോ നമുക്ക് അടുത്ത് കാറ് ഫിറ്റ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഇതുപോലെ അഴിക്കണം. അതിനോട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് സംഭവം ഇതിൻ്റെ അകത്തൂടെ എടുത്തിട്ട് അതിനു മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ലൈറ്റിനെ ഇവിടെ ഒന്ന് കറക്റ്റ് സ്ഥലത്തൊന്ന് ഫിക്സ് ചെയ്യണം. സോ നമുക്ക് ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഒന്ന് അഴിച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇളക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഒരു ഒട്ടിക്കുന്ന ഭാഗം നന്നായിട്ടൊന്ന് പൊടിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്താം. കാരണം അല്ലെങ്കിൽ ഇളകി വരുന്നതാണ്, പെട്ടെന്ന് തന്നെ ഇളകി വരും. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഡ്രൈവിംഗ് സൈഡിലും ഇതുപോലത്തെ ഒരു ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ഈ ഒരു ലൈറ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അപ്പുറത്ത് പോയിട്ട് ആ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യാം. സോ നമുക്ക് ഇതുപോലെ തന്നെ അഴിക്കാം. നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് അഴിച്ചു മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ഒരു കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട്, നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിക്കാം. സോ നമ്മൾ ഇവിടെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അടുത്ത് നമുക്കൊന്ന് ഇഗ്നീഷൻ ഒന്ന് ഓണാക്കി ലൈറ്റ് ഒന്ന് ഓണാക്കി വെക്കാം. സോ നമ്മൾ അടിപൊളിയായിട്ട് ഒരു ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. രാത്രിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഇരുട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൈറ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ലൈറ്റ് കാണുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ബാക്കിലും ഇതുപോലെ തന്നെ ഒട്ടിക്കണം. അപ്പോൾ അടുത്ത് നമുക്ക് ബാക്കിലോട്ടൊന്ന് ഒട്ടിക്കാം. സോ നമുക്ക് ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ DC സോക്കറ്റ്. അതായത് നമ്മുടെ ഈ ഒരു ചാർജിങ് പോർട്ടിൽ കൊടുക്കുന്ന അതേ ഒരു പിന്നാണ് നമ്മൾ സെയിം ആയിട്ട് അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് എപ്പോൾ ലൈറ്റ് വേണം ആ സമയത്ത് ഈ ഒരു സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നതാണ്. നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു RC റിസീവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റിസീവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിമോട്ടിൽ നമ്മൾ കളർ ചേഞ്ച് ചെയ്യുക. റെഡ് കൊടുത്തു, റെഡ് കത്തി. ഇനി അടുത്ത് ഗ്രീൻ കൊടുത്തു, ബ്ലൂ കൊടുത്തു. ഇതുപോലെ നമുക്ക് ഏത് വൈറ്റ് കൊടുത്തു, നമുക്ക് ഏത് ലൈറ്റ് വേണോ ആ ഒരു ലൈറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. നല്ല ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ കുറച്ചത് പറഞ്ഞ പോലെ 4 ട്യൂണുണ്ട്, അതിനനുസരിച്ച് ലൈറ്റിങ്ങിന് മാറി കത്തും. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ഒരു ഫീച്ചറും ഈ ഒരു ലൈറ്റിലുണ്ട് എന്നൊരു നല്ലൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ലൊരു ഉപയോഗമുള്ള ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ആ ഒരു കാണാനും അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള നല്ല അടിപൊളി ലുക്കുള്ളൊരു ലൈറ്റാണിത്. നമുക്ക് അടുത്ത കളർ ചേഞ്ച് ചെയ്യാം. നമുക്കങ്ങനെ ഓരോരോ കളർ നമുക്ക് മാറ്റാം. അതുപോലെ നമുക്ക് ആ ഒരു കളർ നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കളറും ചേഞ്ച് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വാഹനം കൊണ്ടു നടക്കാൻ പറ്റും. അതിനുവേണ്ടി നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ കാറിൽ കംപ്ലീറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഫ്രണ്ടിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒന്ന് ഫിറ്റ് ഈ ഒരു നമ്മുടെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് സീറ്റിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ആ ഒരു ലൈറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു കുറച്ചും കൂടെ രാത്രിയാകുമ്പോൾ ആ ഒരു വെട്ടം അങ്ങനെ പ്രകാശം എങ്ങനെയാണ് എത്രത്തോളം നല്ല അടിപൊളി ലുക്കാണ് നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് നോക്കാം. സോ നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് ലൈറ്റ് നമ്മുടെ ഒരു വാഹനത്തിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ലുക്ക് തന്നെ ആയിട്ടുണ്ട് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ
ഇത്രയും കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ലൈറ്റ് വാങ്ങിച്ച് ഫിറ്റ് ചെയ്താൽ മതി. ഇതിന് ഏകദേശം ഒരു 450 495 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറിക് ലൈറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഫിറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് നമ്മുടെ ഒരു ചാർജിങ് സോക്കറ്റിൽ ആ ഒരു സോക്കറ്റ് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്വിച്ച് ഓണാക്കിയതിന് ശേഷം ഇഗ്നീഷൻ ഓണാക്കി നമുക്ക് ആ റിമോട്ടിൽ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കളർ ആ ഒരു ഓഫ് ചെയ്യാനും ഓണാക്കാനും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രത്തോളം അടിപൊളിയായിട്ടൊരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങാൻ വേറെ ഇല്ല. കാരണം നമുക്ക് ആ ഒരു ഇത്രയും ഈസിയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വേറെ വയറിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ചാർജിങ് പോർട്ട് കണക്ട് ചെയ്യുക, ഓണാക്കുക, ഇത്ര മാത്രം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായെങ്കിൽ ഞാൻ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് ഇതുപോലത്തെ അറ്റ്മോസ്ഫിയറിക് ലൈറ്റ് ഈസിയായിട്ട് ആമസോണിൽ നിന്ന് അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം, അതുപോലെ തന്നെ ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായം, അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനസംബന്ധമായ സംശയങ്ങളും കാര്യങ്ങളെല്ലാം മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. സോ അതുകൂടാതെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓളെന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫർമേറ്റീവുള്ള വീഡിയോസ് അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രോഡക്ട്സിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷ. സുമേഷ് കാർത്തി സൈനിങ് ഓഫ്.